നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കൊടകരയിൽ യോഗം ചേർന്നു. കുന്നംകുളം പോലീസ് മർദ്ദനം. നിയമസഭയിൽ സത്യാഗ്രഹ സമരവുമായി MLA-മാരായ സനീഷ് കുമാർ ജോസഫും AKM അഷറഫും. CPIM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PK ഉണ്ണികൃഷ്ണന്റെ 4ാമത് അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. വാർത്തകൾ വിശദമായി. പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ഇതു സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അതുവരെ ടോൾ വിലക്ക് സംബന്ധിച്ച ഉത്തരവ് തുടരുമെന്നും കോടതി. ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഹൈക്കോടതി പരിശോധിച്ചത്. പരിശോധിച്ച 18 സ്പോട്ടുകളിൽ 13 പൂർത്തിയായതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശേഷിക്കുന്ന 5 സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും ദേശീയപാത അതോറിറ്റി കളക്ടറെ അറിയിച്ചു. എന്നാൽ 4 സ്ഥലങ്ങളിലെ പുരോഗതി തൃപ്തികരമല്ലെന്നും അവ പൂർത്തിയാക്കിയതിനു ശേഷമേ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ പാലിയക്കര ടോൾ മരവിപ്പിച്ച ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കൊടകരയിൽ യോഗം ചേർന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ NV വിനീത്, ഐശ്വര്യ വിജയൻ എന്നിവർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സെക്രട്ടറി ബിന്ദു G നായർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KG രജീഷ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും മറ്റു പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു. സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഖത്തറിന് നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും ഇസ്രായേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചാനയിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കുമെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കോടാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, സരിത രാജേഷ്, PC ഉമേഷ്, PK രാജൻ, അശ്വതി വിബി എന്നിവർ സംസാരിച്ചു. ഓവുങ്ങൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കുന്നംകുളം പോലീസ് മർദ്ദനം. നിയമസഭയിൽ സത്യാഗ്രഹ സമരവുമായി MLA-മാരായ സനീഷ് കുമാർ ജോസഫും AKM അഷറഫും. പ്രതിഷേധത്തിന്റെ ഭാഗമായി നിയമസഭാ കവാടത്തിന് മുൻപിൽ MLA-മാർ സമരം ആരംഭിച്ചു. ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളെ ന്യായീകരിക്കുകയാണ് സർക്കാർ. ഇത് അംഗീകരിക്കുവാൻ സാധിക്കില്ല. മർദ്ദനത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മൗനവ്രതത്തിലായിരുന്നു. കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ നിശബ്ദനായി ഇരുന്നിട്ടില്ല. മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കും വരെ UDF സമരം തുടരുവാനാണ് തീരുമാനം. ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് MLA സനീഷ് കുമാർ ജോസഫും പറഞ്ഞു. കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. താളം 2025 എന്ന പേരിൽ നടത്തിയ കലോത്സവം നാടൻപാട്ട് കലാകാരിയും റിയാലിറ്റി ഷോ താരവുമായ വിസ്മയ അജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M സുധീർ മാസ്റ്ററെ ചടങ്ങിൽ അനുമോദിച്ചു. PTA പ്രസിഡന്റ് ജോജു CL അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
ഹെഡ് മാസ്റ്റർ ഇൻചാർജ് സന്ധ്യ PU, MPTA പ്രസിഡന്റ് മിഷ P, കൺവീനർ ജയ KK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്ക് തിന്നാൻ കൊടുക്ക്, നിങ്ങളുടെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാറ്റിൽ കീറിപ്പറത്ത്. CPIM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PK ഉണ്ണികൃഷ്ണന്റെ 4ാമത് അനുസ്മരണ ദിനാചരണം നടത്തി. CPIM നാടുകുന്ന് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം CPIM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR പ്രസാദൻ, CM ബബീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ CPIM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറി KC അനൂപ് സ്വാഗതവും DYFI മേഖലാ പ്രസിഡന്റ് അനൂപ് നന്ദകുമാർ നന്ദിയും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ നല്ലൊരു സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് പ്രവർത്തനം സംഘടിപ്പിച്ച സഖാവ് നമുക്ക് നഷ്ടപ്പെട്ട് 4ാമത് വാർഷിക ദിനാചരണം സഖാവിനെ സ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ സഖാവിൻ്റെ പ്രവർത്തനം നമുക്ക് ഊർജവും മാതൃകയുമായി സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ് സഖാവ് കടന്നു വരുന്നത്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ KG വിഭാഗം കളേഴ്സ് ഡേ ആഘോഷിച്ചു. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും കളിപ്പാട്ടങ്ങൾ നിരത്തിയും പഴവർഗ്ഗങ്ങൾ ചേർത്തുവെച്ചും കുട്ടികൾ പരസ്പരം സന്തോഷം പങ്കുവച്ചു. ചുവപ്പ് നിറത്തിൻ്റെ മാസ്മരികതയിൽ പാട്ടുപാടിയും ഓടിക്കളിച്ചും കഥകൾ പറഞ്ഞും ആ നിറത്തിൻ്റെ വേറിട്ട ഒരു ലോകം തന്നെ വിദ്യാലയത്തിന് സമ്മാനിച്ചു. സ്കൂൾ മാനേജർ സഞ്ജയ് K. നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രിൻസിപ്പാൾ ഡോക്ടർ K. രമാദേവി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ മോണ്ടിസോറി അധ്യാപക വിദ്യാർത്ഥികൾക്കൊപ്പം പ്രോഗ്രാം കോർഡിനേറ്റർ MS രമ്യ, അധ്യാപകരായ AR ഋഷ, അമിത പ്രതാപ് എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോഷി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ നിത പോൾ, സ്പർശം സെക്രട്ടറി കലാഭവൻ ജയൻ, ലക്ഷ്മി ജയൻ, രജി സുനിൽ, അജി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാഭവൻ ജോബി, ആന്റോ കൊരട്ടി, അനശ്വര പാലത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. തൃശൂർ ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച ജാഥ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് സമീപം സമാപിച്ചു. വിളംബര ജാഥയുടെ ഉദ്ഘാടനം തൃശൂർ മേയർ MK വർഗീസ് നിർവഹിച്ചു. PV ബാബു ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളുമടക്കം 100ഓളം പേർ വിളംബര ജാഥയിൽ പങ്കെടുത്തു. പെരിഞ്ഞനത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകൾ മോഷ്ടിച്ച കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. കയ്പമംഗലം ആശാരിക്കയറ്റം സ്വദേശി ഡുഡു എന്ന് വിളിക്കുന്ന 27 വയസ്സുള്ള ഇജാസ്, മതിലകം കൂളിമുട്ടം എമ്മാട് സ്വദേശി 25 വയസ്സുള്ള ഹാരിസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. 14-ാം തീയതി രാത്രി 10:30-നും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12-നും ഇടയിൽ കയ്പമംഗലം മൂന്നുപേടിക സ്വദേശി മുഹമ്മദ് അനസിന്റെ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇയാളുടെ ഉടമസ്ഥതയിലുള്ള 6 ലക്ഷം വില വരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും സുഹൃത്ത് മുഹമ്മദ് സഹലിന്റെ ഉടമസ്ഥതയിലുള്ള 11 ലക്ഷം രൂപ വില വരുന്ന മാരുതി എർട്ടിക കാറുമാണ് പ്രതികൾ മോഷ്ടിച്ചത് കടത്തിക്കൊണ്ടുപോയത്. മോഷ്ടിച്ച 2 കാറുകളും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. ഇജാസ് കയ്പമംഗലം, മതിലകം, വടക്കേക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസും കയ്പമംഗലം, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 8 അടിപിടി കേസും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷണ കേസുമടക്കം ആകെ 21 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇജാസിനെതിരെ 2024 കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നതാണ്. 2025 ജൂൺ 26-നാണ് ശിക്ഷ കഴിഞ്ഞ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു R, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, മുഹമ്മദ് ഫാറൂഖ്, ജ്യോതിഷ്, സിനോജ്, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,260 രൂപ, പവന് 82,080 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കൊടകരയിൽ യോഗം ചേർന്നു. കുന്നംകുളം പോലീസ് മർദ്ദനം. നിയമസഭയിൽ സത്യാഗ്രഹ സമരവുമായി MLA-മാരായ സനീഷ് കുമാർ ജോസഫും AKM അഷറഫും. CPIM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PK ഉണ്ണികൃഷ്ണന്റെ 4ാമത് അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.